ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فهو المهتدي ومن يضلله فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أولا يرون أنهم يفتنون في كل عام مرة أو مرتين ثم لا يتوبون ولا هم يذكرون. വിശ്വാസികളെ സർവ്വലോകരക്ഷിതാവായ അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ യഥാവിധി ജീവിതത്തിൽ പകർത്തുവാനും വിശ്വാസിയായി ജീവിച്ച് ഈമാനോടെ മരിക്കുവാനും പരിശ്രമിക്കണമേ എന്ന് നിങ്ങളെ ഓർപ്പിക്കുകയാണ്. കരുണാവാരിയായ നാഥൻ അവനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളായ ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ അനുഗ്രഹമായ മഴ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്, ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. ആളുകൾ പല രീതിയിലാണ് കാലവർഷത്തെ മഴയെ നോക്കിക്കാണാറുള്ളത്. ദീർഘനാളത്തെ ശക്തമായ ചൂടിന് ശേഷം മഴ വർഷിക്കുമ്പോൾ, കാലവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിനെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്ന ആളുകളുണ്ട്. കൃഷിക്കും അതേപോലെയുള്ള മറ്റു പല കാര്യങ്ങൾക്കും അതിലൂടെ ലഭിക്കുന്ന സൗകര്യമാണ് അവരുടെ മനസ്സിലേക്ക് വരിക. ചില ആളുകള് വണ്ടി പ്രസ്ഥാനമോ മറ്റെന്തെങ്കിലും ബിസിനസ്സോ ഒക്കെ ആയിട്ട് ഉള്ള ആളുകൾ ഉണ്ടാവും. അവർക്ക് ചിലപ്പോ ഇന്നിപ്പോ മഴയാണല്ലോ, ഇനിയിപ്പോ ഇന്ന് കാര്യമായിട്ടൊന്നും നടക്കൂല. ഒരു തെരുവ് വാണിഭക്കാരൻ മഴയെ നോക്കിക്കാണുന്നത് ചിലപ്പോ അങ്ങനെയായിരിക്കും. ഒരു ഓട്ടോക്കാരനോ ഒരു ബസ് തൊഴിലാളിയോ ഇനിയിപ്പോ ആളുകൾ പുറത്തിറങ്ങൂല എന്ന രീതിയിൽ മഴയെ ചിലപ്പോ ഒരു പ്രയാസമായി കാണുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. വഴിവക്കില് ഒരു ജ്യൂസോ അതുപോലെയുള്ള എന്തെങ്കിലും കച്ചവടം ചെയ്യുന്ന ഒരാള് രാവിലെ അതിനു വേണ്ടിയൊക്കെ ഒരുങ്ങിയിട്ട് അന്ന് ശക്തമായ മഴ കാണുമ്പോൾ ചിലപ്പോൾ അയാൾ ചിന്തിക്കും, ഇനിയിപ്പോ എന്റെ ബിസിനസ് ഇന്ന് കാര്യമായിട്ട് നടക്കാൻ സാധ്യതയില്ല, ആളുകളൊന്നും ഈ മഴയത്ത് വെള്ളം കുടിക്കാൻ നിർത്തൂല. അങ്ങനെയൊക്കെ ആളുകൾ ചിന്തിക്കും. ജോലിക്കാര്, കുട്ടികള് ചിലപ്പോ വേറെ രീതിയിലായിരിക്കും അതിനെ നോക്കിക്കാണും. മക്കള് ചിലപ്പോ ഇന്നും കൂടി അവധി കിട്ടിയാൽ നന്നായിരുന്നു, അല്ലെങ്കിൽ അവധി കിട്ടുമായിരിക്കാം എന്ന് ചിന്തിക്കുന്നവരുണ്ടായിരിക്കും. അധ്യാപകരില് ഒറ്റപ്പെട്ട ചില ആളുകൾ ഒരു പക്ഷെ അവധിയെ കുറിച്ച് ചിന്തിച്ചേക്കാം. സാധാരണ നിലക്ക് അവരുടെ പോർഷൻ തീർന്നിട്ടില്ല, മഴയാണ്, ഇന്നും അവധിയായാൽ വലിയ പ്രയാസമാവുമല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന വ്യത്യസ്തമായ രീതിയിലാണ് ആളുകൾ ഇതിനെ നോക്കിക്കാണുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമുക്ക് നൽകുന്ന
വലിയൊരു അനുഗ്രഹമാണ് ഓരോ തുള്ളി വെള്ളവും. അത് ചില സന്ദർഭത്തിൽ ആളുകൾക്കുള്ള മുന്നറിയിപ്പായി മാറാറുണ്ട്, ചില സന്ദർഭങ്ങളിൽ അത് പരീക്ഷണമായി മാറാറുണ്ട്. സാധാരണ നിലക്ക് അത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. ഖുർആനിൽ പല രീതിയിലുള്ള പ്രയോഗങ്ങൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കാണുവാൻ സാധിക്കും. മാ എന്ന് അനുഗ്രഹവുമായി, വെള്ളത്തെ അനുഗ്രഹമായി എടുത്തു പറയുമ്പോൾ മാ എന്ന പ്രയോഗമാണ് ഖുർആൻ സാധാരണ നിലക്ക് നടത്തിയിട്ടുള്ളത്. മാ എന്ന പദത്തിന്റെ അർത്ഥം വെള്ളം എന്നാണ്. റൈസ് എന്ന് ഖുർആൻ ചിലയിടങ്ങളിൽ ഇതിനെ പ്രയോഗിച്ചിട്ടുണ്ട്. മറ്റു ചില സന്ദർഭങ്ങളിൽ അപകട സൂചനയായി, പരീക്ഷണമായി, ദുരന്തമായി മഴ പെയ്തിറങ്ങിയപ്പോൾ അതിനെ മത്തർ എന്നും ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ പദങ്ങളിലൂടെ ഒരേ ആശയത്തെ ഖുർആനും സംസാരിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ ഒരു സാന്നിധ്യത്തെ അറിയിക്കുന്ന, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൃഷ്ടാന്തമാണ് ആകാശത്ത് നിന്ന് അള്ളാഹു വെള്ളം ഇറക്കുന്നു എന്നുള്ളത്. വിശുദ്ധ ഖുർആനിലെ പലയിടങ്ങളിൽ, സൂറത്ത് ആമിലെ 99 പലയിടങ്ങളിലും പറയുന്നത് വഹുവല്ലദീ അൻസല മിനസ്സമാഇ മാഅ, അവനാണ് ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് വെള്ളം ഇറക്കി തന്നവൻ. എന്നിട്ട് അതിൽ നിന്ന് വ്യത്യസ്തമായ മുളകളെ, ചെടികളെ, സസ്യങ്ങളെ ഈ ഭൂമിയിൽ അള്ളാഹു ഉൽപ്പാദിപ്പിക്കുന്നു. പച്ചപ്പുള്ള ചെടികളെ അള്ളാഹു അതിലൂടെ ഉണ്ടാക്കുന്നു. പല രീതിയിൽ ഖുർആൻ ഇത് പ്രയോഗിച്ചിട്ടുണ്ട്. ഭൂമി തരിശായി മാറിയതിനു ശേഷം, വരണ്ടു പോയതിനു ശേഷം, ഉണങ്ങിയതിനു ശേഷം അള്ളാഹു മഴ വർഷിപ്പിക്കുകയും അങ്ങനെ ആ ഭൂമിയെ വീണ്ടും ഹരിതാഭമാക്കി മാറ്റുകയും പച്ചപ്പുള്ളതാക്കി മാറ്റുകയും ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്, അള്ളാഹുവിന്റെ അടയാളത്തിൽപ്പെട്ടതാണ്. അള്ളാഹു ഉണ്ട് എന്നുള്ളതിനുള്ള തെളിവാണ്. എന്നിട്ട് ഈ ആയത്തിലൂടെ അള്ളാഹു ഈ ഭൂമിയിൽ അള്ളാഹു ചെയ്യുന്ന ഒരുപാട് അനുഗ്രഹങ്ങളെ വിശദീകരിക്കുന്നത് തിങ്ങി നിൽക്കുന്ന ധാന്യങ്ങൾ. നമുക്കറിയാം, നെൽക്കതിരൊക്കെ ഇങ്ങനെ മഴ പെയ്ത് ഇങ്ങനെ വളഞ്ഞു നിൽക്കുമ്പോൾ, അത് അറേബ്യൻ രാജ്യങ്ങളിലാകുമ്പോൾ ഗോതമ്പ് പോലെയുള്ള, ചോളം പോലെയുള്ള മറ്റു ചെടികൾ, ധാന്യ വസ്തുക്കൾ അതിങ്ങനെ വളഞ്ഞു നിൽക്കുമ്പോൾ, തിങ്ങി നിറഞ്ഞു നിൽക്കുമ്പോൾ അതുപോലെയുള്ള ധാന്യങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലാഹു അതേപോലെ തന്നെ ഈന്തപ്പനകളുടെ കൂമ്പോളകളിൽ നിന്ന് തൂങ്ങി നിൽക്കുന്ന കുലകൾ അള്ളാഹു സൃഷ്ടിക്കുന്ന. നമ്മുടെ നാട്ടില് തെങ്ങ്, അതേപോലെയുള്ള വാഴ ഒക്കെ കുലച്ചു നിൽക്കുമ്പോൾ ഇതൊക്കെ അള്ളാഹു ആകാശത്ത് നിന്ന് വർഷിപ്പിക്കുന്ന മഴയുടെ അനുഗ്രഹത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന വിഭവങ്ങളാണ്. മുന്തിരിത്തോട്ടങ്ങൾ, ഒലീവിന്റെ തോട്ടങ്ങൾ, റുമ്മാൻ, മാതള നാരങ്ങയുടെ തോട്ടങ്ങൾ, പരസ്പരം സദൃശ്യമായതും എന്നാൽ സദൃശ്യമല്ലാത്തതുമായിട്ടുള്ള പലതരം വിഭവങ്ങൾ. അതിന്റെ വിഭവങ്ങളിലേക്ക്, കായ്കളിലേക്ക് നിങ്ങൾ നോക്കുക. ഇതാ അസ്മറ, അത് കായ്ച്ചു വരുമ്പോൾ, അതേപോലെ തന്നെ മൂപ്പെത്തുമ്പോഴും. ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം വിളഞ്ഞു നിൽക്കുന്ന വിഭവങ്ങൾ എത്ര ആനന്ദകരമായ കാഴ്ചയാണ്, എത്ര സന്തോഷമാണ്. ഒരു വാഴത്തോട്ടം കാണുമ്പോൾ നമ്മൾ തന്നെ പറയും, കുലച്ചു നിൽക്കുന്ന വാഴകൾ. ഒരു മുന്തിരിത്തോട്ടം കാണാൻ വേണ്ടി എത്ര ദീർഘദൂരം യാത്ര ചെയ്തിട്ടാണ് നമ്മുടെ നാട്ടിൽ ആളുകൾ പോവാറുള്ളത്. അതേപോലെ വിളഞ്ഞു നിൽക്കുന്ന നെൽപ്പാടങ്ങൾ, കാഴ്ച നിൽക്കുന്ന തെങ്ങിൻ തോപ്പുകൾ, വെട്ടാൻ കഴിയുന്ന രീതികൾ, പാകമെത്തി നിൽക്കുന്ന റബ്ബർ തോട്ടങ്ങൾ, ഇതൊക്കെ അള്ളാഹു നമുക്ക് നൽകിയ മഴയിലൂടെ അള്ളാഹു നമുക്ക് നൽകുന്ന വിഭവങ്ങളാണ്. എന്നിട്ട് ഈ ആയത്ത് അള്ളാഹു അവസാനിപ്പിക്കുന്നത് ഇതിലൂടെയൊക്കെ വിശ്വാസികളായ ആളുകൾക്ക് ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ അള്ളാഹുവിന്റെ അടയാളമാണ്, അള്ളാഹുവിന്റെ സാന്നിധ്യമാണ്, അള്ളാഹു ഉണ്ട് എന്നുള്ളതിനുള്ള തെളിവാണ്. കാരണം മനുഷ്യനെ സംബന്ധിച്ച് നമുക്കറിയാലോ, വെള്ളം ആകാശത്ത് നിന്ന് അങ്ങോട്ട് ഇറക്കുന്നില്ലെങ്കിൽ, മഴ വർഷിക്കുന്നില്ലെങ്കിൽ, നമ്മുടെ കിണറ്റിലും തോട്ടിലും കുളത്തിലുമൊക്കെ വെള്ളം വറ്റിപ്പോയാൽ അള്ളാഹു ചോദിക്കുന്നുണ്ട്, ആരാണ് നിങ്ങൾക്ക് വെള്ളം കൊണ്ടുവന്ന് തരിക? അത് അള്ളാഹുവിന്റെ മാത്രം അനുഗ്രഹമാണ്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. അതാണ് ഒന്നാമത്തെ ഇതിൽ പഠിക്കുവാനുള്ള പാഠം. രണ്ടാമത്തേത്, കാരുണ്യത്തിന്റെ മഴയെ കുറിച്ച് ഖുർആൻ സംസാരിക്കുന്നുണ്ട്.
ബൈന യദൈ റഹ്മതിഹി, വരാനിരിക്കുന്ന അനുഗ്രഹത്തിന്റെ, റഹ്മത്തിന്റെ, കാരുണ്യത്തിന്റെ സന്തോഷ വാർത്തയായും കൊണ്ട് കാറ്റിനെ അയക്കുന്നത് അവനാണ്. ആദ്യം കാറ്റടിക്കുമ്പോൾ നമ്മളൊന്ന് പുറത്തേക്ക് നോക്കും, മഴ പെയ്യാൻ സാധ്യതയുണ്ടോ? ആ മഴക്കുള്ള മുന്നറിയിപ്പാണ്, അല്ലെങ്കിൽ സന്തോഷ വാർത്തയാണ് ആ കാറ്റ്. എന്നിട്ട് അള്ളാഹു നിങ്ങൾക്ക് ആ സന്തോഷ വാർത്ത അറിയിക്കുകയും പിന്നീട് തഹൂറായ ഏറ്റവും പരിശുദ്ധമായ വെള്ളം മഴയിലൂടെ അള്ളാഹു നിങ്ങൾക്ക് ഇറക്കി തരികയും ചെയ്യുന്നു. കാരുണ്യത്തിന്റെ മഴ. മൂന്നാമത് അള്ളാഹു സംസാരിക്കുന്നത് ജീവൻ പകരുന്ന മഴയെ കുറിച്ചാണ്. ഭൂമിയെ നിങ്ങൾക്ക് നിർജീവമായി കാണാം. 6 മാസം മഴയില്ലാതിരിക്കുമ്പോ, പ്രത്യേകിച്ച് നമ്മളെ നാട്ടിലൊക്കെ ഭൂമി വറ്റി വരണ്ട് വിണ്ടു കീറി, ഒരു ചെടി പോലും മുളക്കാതെ, അതിനുള്ള ഒരു വിത്തിന് പോലും ജീവനില്ലാതെ, ഒരു പുൽനാമ്പ് പോലും അതിലില്ലാതെ വരണ്ട് പോയതിനു ശേഷം അപ്പതാ അള്ളാഹ് ആകാശത്തുനിന്ന് ഈ വെള്ളം നമുക്ക് ഉണ്ടാക്കാൻ കഴിയോ? ഈ കാർമേഘങ്ങൾ ഉയർന്നു പൊങ്ങുന്നുണ്ട്, അത് മനുഷ്യന് തന്നെ എന്തുകൊണ്ട് അതിനെ വെള്ളമായി ഭൂമിയിലേക്ക് പെയ്യിക്കാൻ സാധിക്കുന്നില്ല? അള്ളാഹുവിന്റെ വെല്ലുവിളിയാണ്. കൃത്രിമ വഴിയെ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ എത്ര എക്സ്പെൻസീവ് ആണത്! ഇനി അങ്ങനെയൊക്കെ പണം ചെലവാക്കിയാൽ തന്നെ 100% അത് സാധ്യമാണോ? അല്ല. മനുഷ്യൻ പല സമയത്തും പല സന്ദർഭങ്ങളിലും പരാജയപ്പെട്ടത് കൊണ്ടാണ് അത്തരം ഒരു പ്രൊജക്ട് സാധ്യമാക്കാൻ മനുഷ്യന് സാധിക്കാതെ വരുന്നത്. എത്ര വിദൂരമാണ് അതൊക്കെ! ഇവിടെ അള്ളാഹു ഒരു ചെലവുമില്ലാതെ നമുക്കിതിങ്ങനെ വർഷിപ്പിച്ചു തരികയാണ്. അങ്ങനെ ആ വരണ്ട ഭൂമിയിൽ അള്ളാഹു മഴ വർഷിപ്പിക്കുമ്പോൾ അത് ചലിച്ചു തുടങ്ങും. അതിന് വികാസം സംഭവിക്കും. ആ ഭൂമിയിൽ ചെടികളും പുല്ലുകളും മുളച്ചു തുടങ്ങും. കൗതുകമുള്ള നിരവധി ചെടികൾ അള്ളാഹുവിന്റെ അനുഗ്രഹമായി ആ ഭൂമിയിൽ മുളച്ചു പൊന്തുന്നത് മനുഷ്യാൽ നിനക്ക് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ ജീവൻ നഷ്ടപ്പെട്ട ഭൂമിക്ക് ജീവൻ നൽകുന്ന, അത് ഭൂമിക്ക് മാത്രമുള്ള ജീവനല്ല, ജീവജാതികൾക്കുള്ള ജീവനാണ്. അതിന്റെ ആത്യന്തികമായി മനുഷ്യനുള്ള ജീവനാണ്. അതൊക്കെ ഈ മഴയിലൂടെയാണ് മനുഷ്യന് ലഭിക്കുന്നത്. ഇനി ഉപജീവനത്തിന്റെ മഴയെ കുറിച്ച് ഖുർആൻ സംസാരിക്കുന്നുണ്ട് സൂറത്തുൽ ഖാഫിലൂടെ. ആകാശത്ത് നിന്ന് വെള്ളം ഇറക്കി തന്നത് അല്ലാഹുവാണ്. അനുഗ്രഹീതമായ വെള്ളം. എന്നിട്ട് അതിലൂടെ അല്ലാഹു പലതരം തോട്ടങ്ങളെ മുളപ്പിച്ചു. കൊയ്തെടുക്കാവുന്ന നിരവധി ധാന്യങ്ങളെ മുളപ്പിച്ചു. ആ ധാന്യങ്ങൾ നിങ്ങൾക്ക് ഉപജീവനത്തിനുള്ള മാർഗമായി മാറുന്നു എന്ന് അല്ലാഹു സംസാരിക്കുന്നു സൂറത്തുൽ ഖാഫിലൂടെ. ഇനി മനുഷ്യന് ശുദ്ധീകരിക്കുവാനുള്ള വെള്ളം അള്ളാഹു ഇറക്കുന്നതിനെ കുറിച്ച് സൂറത്തുൽ അൻഫാലിലൂടെ അള്ളാഹു സംസാരിക്കുന്നുണ്ട്. മനുഷ്യന്റെ ശരീരത്തെയും മനസ്സിനെയും ശുദ്ധീകരിക്കുവാനുള്ള മഴ. വയുനസ്സിലു അലൈക്കും മിനസ്സമാഇ മാഅ, ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് വെള്ളം ഇറക്കി തരുന്നത് അവനാണ്. ലിയുതഹിറകും ബിഹി, അതിലൂടെ നിങ്ങൾ ശുദ്ധി പ്രാപിക്കാൻ വേണ്ടി, നിങ്ങളെ ശുദ്ധിയാക്കാൻ വേണ്ടി. വയുദ്ഹിബു അൻകും റിജ്സ ശൈത്താൻ, പിശാചിന്റെ ദുർബോധനത്തിൽ നിന്ന് ദുർബോധനത്തെ നിങ്ങൾ നീക്കിക്കളയുന്നതിന് വേണ്ടി. അൻകും റിജ്സ ശൈത്താൻ, പിശാചിന്റെ ദുർബോധനത്തെ നീക്കിക്കളയുന്നതിന് വേണ്ടി. അലാ ഖുലൂബിക്കും, അതേപോലെ തന്നെ നിങ്ങളുടെ ഹൃദയത്തിന് കെട്ടുറപ്പ് നൽകുന്നതിന് വേണ്ടി. ഇതൊക്കെ അല്ലാഹു ഉദ്ദേശിക്കുന്ന ഓരോ കാര്യങ്ങളാണ്. അങ്ങനെ അല്ലാഹു നിങ്ങളുടെ പാദങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യുന്നു. സൂറത്തുൽ അൻഫാലിലെ 11-ാമത്തെ വാക്യം. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരീക്ഷണമായിക്കൊണ്ട് ചില സന്ദർഭത്തിൽ അള്ളാഹു മഴ വർഷിപ്പിക്കാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ വിശ്വാസത്തെയും ക്ഷമയെയും ഒക്കെ പരീക്ഷിക്കുന്നതിന് വേണ്ടി വിശുദ്ധ ഖുർആൻ സൂറത്ത് ശൂറായിലൂടെ പഠിപ്പിക്കുന്നു. 28-ാമത്തെ വാക്യം. അവനാണ് നിങ്ങൾക്ക് മഴയെ ഇറക്കി തന്നവൻ. നിങ്ങൾ നിരാശപ്പെട്ടതിന് ശേഷം, കൊടും വേനൽ ചൂട് ശക്തമായി പടരുമ്പോ ആളുകൾക്ക് ഉണ്ടാവുന്ന നിരാശ എപ്പോഴായിരിക്കും? മഴ പെയ്യുക. വേഴാമ്പലിനെ പോലെ മാനത്തേക്ക് കണ്ണും നട്ട് മനുഷ്യൻ കാത്തിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രതീക്ഷയാകുന്ന റഹ്മത്ത് കടന്നു വരും. വയൻഷുറു റഹ്മത്തുഹു, അവന്റെ കാരുണ്യം വ്യാപിച്ച് നിങ്ങളിലേക്ക് പെയ്തിറങ്ങും. വഹുവൽ വലിയുൽ ഹമീദ്, അവനാണ് സ്തുത്യർഹനായ രക്ഷാധികാരി. വിശുദ്ധ ഖുർആൻ സൂറത്ത് ശൂറായിലൂടെ സംസാരിക്കുന്നു. ഇനി ചിലപ്പോഴൊക്കെ അള്ളാഹുവിന്റെ ശിക്ഷയായിട്ടും ഈ മഴ വരും. സൂറത്ത് ശുഅറായിലെ 173-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. സുമ്മ ദമ്മർനൽ ആഖരീൻ,
ഒരു വിഭാഗം ആളുകളെ അള്ളാഹു ലൂത്ത് നബിയുടെ ജനതയുടെ ചരിത്രം നമുക്കറിയാം. ലൂത്ത് നബിയിൽ വിശ്വസിച്ച ആളുകളെ അള്ളാഹു രക്ഷപ്പെടുത്തി. ബാക്കിയുള്ളവരെ അള്ളാഹു തകർത്ത് കളഞ്ഞു. ലൂത്ത് നബിയെ എതിർത്തവരെയും ലൂത്ത് നബിയുടെ വിശ്വാസത്തെ എതിർത്തവരെയും ഏറ്റവും മ്ലേച്ഛമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ആ സമൂഹത്തിന്റെ തന്നെ ആ ഒരു സൊസൈറ്റിയുടെ തന്നെ സമാധാനത്തെ നശിപ്പിച്ച ആളുകൾ അള്ളാഹു തകർത്ത് കളഞ്ഞു. അവർക്ക് മുകളിൽ അള്ളാഹു ശക്തമായ മഴ പെയ്യിപ്പിച്ചു. കോരിച്ചെരിയുന്ന മഴ, ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്ന് ഭൂമിയിലേക്ക് കോരിച്ചെരിയുന്ന മഴ പെയ്യാൻ വേണ്ടി തുടങ്ങി. എന്നിട്ട് അള്ളാഹു പറയാണ്, എത്ര മോശം മഴയാണ് അന്ന് പെയ്ത മഴ. അപ്പൊ മഴ ചിലപ്പോ അനുഗ്രഹമാണ്, ചിലപ്പോ സന്തോഷ വാർത്തയാണ്, ചിലപ്പോ റഹ്മത്താണ്, ചിലപ്പോ ശിക്ഷയാണ്, ചിലപ്പോ പരീക്ഷണമാണ്, ചിലപ്പോൾ അത് ഉപജീവനമാണ്, നമുക്ക് ജീവൻ നൽകുന്ന ഒന്നാണ്, അള്ളാഹുവിന്റെ കാരുണ്യമാണ്, ശുദ്ധീകരണമാണ്. ഇതൊക്കെ മഴയിലൂടെ അള്ളാഹു അർത്ഥമാക്കുന്നുണ്ട്. ആ നിലക്കൊക്കെ മഴയെ ഉൾക്കൊള്ളാൻ ഒരു വിശ്വാസിക്ക് സാധിക്കണം. സബഅ് ഗോത്രത്തിന്റെ കഥ പറയുന്ന വിശുദ്ധ ഖുർആനിൽ സമൃദ്ധമായ തോട്ടം അവർക്ക് നൽകി. ആ തോട്ടത്തെ നനക്കുവാൻ വേണ്ടി അണക്കെട്ടും അവർ ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങളൊക്കെ അള്ളാഹു അവർക്ക് ചെയ്തു കൊടുത്തു. പക്ഷേ സബഅ് ഗോത്രക്കാര് വിശ്വസിക്കാൻ തയ്യാറായില്ല, അള്ളാഹുവിന് നന്ദി കാണിച്ചില്ല. എന്നിട്ടോ ആ അണക്കെട്ട് തകർത്തിട്ട് ആ സമൂഹത്തെ ഒന്നായിട്ട് അള്ളാഹു നാമാവശേഷമാക്കി കളഞ്ഞു. ഒന്നിട്ടങ്ങട്ട് ഇല്ലാതാക്കി. ഭൂമുഖത്ത് നിന്ന് വെള്ളത്തിലൂടെ അങ്ങോട്ട് തുടച്ചു നീക്കി കളഞ്ഞു. വെള്ളത്തിന് അങ്ങനെയുള്ള ഒരു അപാരമായ ഒരു ശക്തിയുണ്ട്. അത് വലിയൊരു റഹ്മത്താണ്. എന്ത് രസമാണ് കയ്യിലുള്ള ഒരു ഗ്ലാസ് വെള്ളം. ആ ഗ്ലാസ് വെള്ളം നമുക്ക് വായിലേക്ക് ഒഴിച്ചാൽ സുഖമായിട്ട് കുടിക്കാൻ പറ്റും. അതിന്റെ ശാസ്ത്രം നമുക്ക് പഠിക്കാൻ പറ്റും. പക്ഷെ അതോടൊപ്പം അത് ഒന്നിച്ചു വന്നാൽ നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കാത്ത അത്ര പവറുള്ള ഒന്നാണ്. മനുഷ്യൻ പരാജയപ്പെടുകയാണ്. എത്ര കരുത്തുള്ളവരും ആ വെള്ളത്തിന്റെ മുമ്പിൽ തോറ്റുപോവുകയാണ്. ഇപ്പോ കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചു, എല്ലാ നിലക്കും ട്രെയിനിങ് കിട്ടിയ ഒരു സഹോദരൻ, അവൻ ഒരാളെ രക്ഷിക്കാൻ വേണ്ടി അവന്റെ ലൈഫ് ജാക്കറ്റ് ഊരിക്കൊടുത്തു. ആ കിട്ടിയ ആള് രക്ഷപ്പെട്ടു. ഇയാൾക്കുണ്ടായിരുന്ന ആത്മവിശ്വാസം കൊണ്ട് അയാൾ നീന്തി രക്ഷപ്പെടാൻ വേണ്ടി ഒരുങ്ങി. പക്ഷെ അയാൾ പരാജയപ്പെട്ടു പോയി. അള്ളാഹു ദുരന്തങ്ങളിൽ നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആർക്കും എപ്പോഴും സംഭവിക്കാം ഇത്തരം പ്രയാസങ്ങള്. അവിടെയൊക്കെ ശ്രദ്ധയും അതേപോലെ തന്നെ ബോധവുമാണ് നമുക്കൊക്കെ ഉണ്ടായിരിക്കേണ്ടത്. സബഅ് ഗോത്രത്തെ അള്ളാഹു തകർത്തത് അങ്ങനെയാണ്. നൂഹ് നബിയുടെ കഥ നമുക്കറിയാം. മഴ വിശ്വാസികളായ ആളുകൾ അള്ളാഹു രക്ഷപ്പെടുത്തി, കപ്പലിലേറി. അവസാനം ബാക്കിയുള്ള ആളുകള് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ രക്ഷപ്പെട്ടോളാം എന്ന് പറഞ്ഞ് മലമുകളിൽ കയറി ആളുകളടക്കം മകനടക്കമുള്ള ആളുകൾ അള്ളാഹു മഴ പെയ്യിപ്പിച്ച് അടുപ്പിൽ നിന്ന് പോലും ഉറവ വറ്റുമാറ് മഴ പെയ്തിട്ട് അവസാനം ഭൂമി അപ്പാടെ മുങ്ങിപ്പോയി. ആ കപ്പലിലേറിയവർ മാത്രം രക്ഷപ്പെട്ടു. ഒരു മഹാപ്രളയത്തിലൂടെ ആ ജനതയെ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞു. ഫറോവയുടെ അന്ത്യം നമുക്കറിയാം. അവൻ മരിക്കുന്നത് അഹങ്കാരിയായ ഫിർഔൻ അന റബ്ബുക്കുമുൽ അഅല എന്ന് ഗർവ് നടിച്ച ഫറോവ അവൻ വെള്ളത്തിൽ മുങ്ങിയാണ് മരിച്ചു പോയിരിക്കുന്നത്. അങ്ങനെയൊക്കെ വെള്ളത്തിന്റെ ഒരുപാട് ചരിത്രങ്ങൾ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇവിടെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമുക്ക് നൽകിയ ഒരു അനുഗ്രഹം, അതോടൊപ്പം പരീക്ഷണം എന്ന നിലയ്ക്ക് നോക്കിക്കാണുവാൻ ഒരു വിശ്വാസിക്ക് സാധിക്കേണ്ടതുണ്ട്. മഴ ലഭിക്കാതിരുന്നാൽ ഉണ്ടാകുന്ന പ്രയാസം നമുക്കറിയാം. ചെടികളെയും ഭൂമിയെയും മനുഷ്യരെയും അപ്പാട് അത് ബാധിക്കും. നമുക്കെല്ലാം പ്രയാസം ഉണ്ടാകും. അതുകൊണ്ട് ആ നിലക്ക് അതിനെ ആലോചിക്കുക എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. സൂറത്തുൽ ബഖറയിലെ 22-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. മനുഷ്യരെ, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക. എന്നിട്ട് ആ റബ്ബിനെ എന്തിനാരാധിക്കണമെന്ന് അല്ലാഹു എടുത്തു പറയുകയാണ്. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ, ഭൂമിയെ നിങ്ങൾക്ക് വിരിപ്പാക്കി തന്ന റബ്ബ്. വസ്സമാഅ ബിനാഅ, ആകാശത്തെ ഒരു മേൽക്കൂരയാക്കി തന്ന റബ്ബ്. വഅൻസല മിനസ്സമാഇ മാഅ, ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് വെള്ളമിറക്കി തന്ന റബ്ബ്. ആ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണമെന്ന് അനുഗ്രഹങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹു ആവശ്യപ്പെടുന്നുണ്ട്. ആ അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർക്കുക, അനാവശ്യമായി സംസാരിക്കാതിരിക്കുക, മഴയെക്കുറിച്ച് നല്ല രീതിയിൽ ചിന്തിക്കുക എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുദൈബിയ സന്ധിയുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം നമുക്ക് കാണുവാൻ സാധിക്കും. സല്ലല്ലാ ലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്ത് സുബ്ഹി ബിൽ ഹുദൈബിയ, ഹുദൈബിയ സന്ധിയുടെ സമയത്തുള്ള ഒരു രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളപ്പോൾ മഴ പെയ്യുകയും അതിനുശേഷം അലാ ഇസിരി സമാഇൻ കാനത്ത് മിനൽ ലൈലി ഫഖാല, ആ
രാത്രി ഹുദൈബിയ സന്ധിയുടെ മുമ്പുണ്ടായിരുന്ന രാത്രി ലഭിച്ച മഴയെ കുറിച്ച് ഓർത്തുകൊണ്ട് പിറ്റേന്ന് സുബൈ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്യം, അസ്ബഹ മിൻ ഇബാദി മുഅ്മിൻ ബി വ കാഫിർ. ഈ മഴ കാരണം അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് ഈ മഴ എന്ന് ചിന്തിച്ച ആളുകൾ ആ മഴ കാരണം വിശ്വാസികളായി മാറി. എന്നാൽ ഇത് നക്ഷത്രം ഇന്ന സ്ഥലത്ത് വന്നത് കൊണ്ടാണ് തിരുവാതിര ഞാറ്റുവേല എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയാറുണ്ടല്ലോ എന്നതുപോലെ അങ്ങനെ എന്തോ ഒരു ഞാറ്റുവേലയുടെ റിസൾട്ട് ആയിട്ടാണ്, ഫലമായിട്ടാണ് ഞങ്ങൾക്ക് മഴ കിട്ടിയത് എന്ന് ചിന്തിച്ച ആള് അത് പറഞ്ഞുകൊണ്ട് കാഫിറാവുകയും ചെയ്തു. എല്ലാ മഴയും വർഷിപ്പിക്കുന്നത് അള്ളാഹുവാണ്. അപ്പോ അതില് നമ്മുടേതായപ്പോ നമ്മൾ ചിലപ്പോ ചില ആളുകളൊക്കെ പറയും, വിശ്വാസം ഉണ്ടായിട്ടോ ഇല്ലാതെയാണെങ്കിലും ആ വാക്ക് നമ്മൾ ശ്രദ്ധിക്കുക. ഇന്നലെയായിരുന്നു കലിയന്റെ പോക്ക് എന്നൊക്കെ പറഞ്ഞ ചില പ്രയോഗങ്ങൾ കാണാം. പിന്നെ കർക്കിടക മാസത്തിൽ ഇന്ന ഡേറ്റിന് അത് പോകും. അപ്പൊ അതുകൊണ്ടാണ് ആ മഴ, ഏത് മഴയായാലും അള്ളാന്റെ തീരുമാനമാണ്. അതിന് അള്ളാഹു ഈ ഭൂമി ചില സിസ്റ്റം വെച്ചിട്ടുണ്ട്. ആ സിസ്റ്റത്തിനനുസരിച്ച് അത് ചെയ്യുന്നുള്ളതല്ലാതെ നമ്മൾ അതിനെക്കുറിച്ച് അനാവശ്യമായി ഇന്ന ഞാറ്റുവേലയാണ്, ഇന്ന നക്ഷത്രമാണ്, ഇന്ന ഭൂതമാണ്, ഇന്ന പ്രേതമാണ്, ഇന്ന പിശാചാണ് മഴ പെയ്യിപ്പിക്കുന്നത് എന്ന വിശ്വാസവുമായി നടക്കുന്ന ആളുകളുടെ വിശ്വാസം ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ പറഞ്ഞാൽ അത് നമ്മുടെ വിശ്വാസത്തെയും ബാധിക്കും. നമ്മൾ ചിലപ്പോ മുജാഹിദികളാണ്, സലഫികളാണ്, അങ്ങനെ നമ്മൾ പറയില്ല. പക്ഷെ എന്നാലും ചിലപ്പോൾ നമ്മൾ പറയുന്ന ചില പ്രയോഗങ്ങളുണ്ട് ഇല്ലേ? നമുക്ക് കുട്ടികൾക്ക് കളിക്കാൻ പോകണം, അല്ലെങ്കിൽ നമുക്ക് കല്യാണത്തിന് പോകണം, അല്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കണം, നമുക്കൊരു പരിപാടി ഉണ്ട്, അപ്പൊ ഒരു മഴ, ഓ വല്ലാത്തൊരു ശല്യമായല്ലോ, ഇതൊരു എന്തെല്ലാം പ്രയോഗങ്ങൾ നമ്മൾ നടത്താറുണ്ട്. ചീഞ്ഞ മഴ, ഇത് എന്തൊരു മഴയാണ്, ഇത് വല്ലാത്തൊരു മഴയാണ്, ഈ മഴ നമ്മളെ കൊണ്ടേ പോകൂ, പെരുമഴയായി പോയല്ലോ. മഴയെ കുറിച്ച് നമ്മൾ പറയുന്ന ഓരോ പദവും അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹത്തെ ചോദ്യം ചെയ്യലാണ്. അതുകൊണ്ട് ഒരു വേർഡും ഒരു വാക്കും നെഗറ്റീവായി അതിനെക്കുറിച്ച് നമ്മൾ ഉച്ചരിക്കാൻ പാടില്ല. ഏത് മഴയാണ് അനുഗ്രഹം, ഏത് മഴയാണ് ശാപം എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല, നമുക്കത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അള്ളാന്റെ അനുഗ്രഹമാണ്. ഇനി അത് നമുക്ക് മറ്റൊരർത്ഥത്തിലേക്ക് പോവുകയാണെങ്കിൽ അള്ളാന്റെ റസൂല് പഠിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത് മഴയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. ഇനി മഴ നമുക്ക് ഒരു ലഭിച്ച അനുഗ്രഹമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നബി പറഞ്ഞത് അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅൻ, അള്ളാഹുവേ ഈ മഴയെ പ്രയോജനപ്രദമാക്കണമേ, അനുഗ്രഹമാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു. മഴയ്ക്ക് ശേഷം നബി പ്രാർത്ഥിച്ചു, മുത്തിർനാ ബിഫദ്ലില്ലാഹി വറഹ്മത്തിഹി, അള്ളാഹുവിന്റെ ഫദ്ല് കൊണ്ടും അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടും അള്ളാഹുവിന്റെ ശ്രേഷ്ഠത കൊണ്ടും അവന്റെ അനുഗ്രഹം കൊണ്ടും നമുക്ക് മഴ ലഭിച്ചിരിക്കുന്നു എന്ന് പ്രാർത്ഥിക്കാം. ഇനി അമിതമായിട്ട് മഴ പെയ്യുമ്പോഴും വല്ലാത്തൊരു ശല്യമായല്ലോ എന്ന് പറയാൻ നമുക്ക് പാടില്ല. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന, അള്ളാഹുവേ ആവശ്യമുള്ള ഇടങ്ങളിലേക്ക് നീ അത് നൽകണമേ, ഹവാലൈന നമുക്ക് ചുറ്റും ആവശ്യമുള്ള ഇടങ്ങളിലേക്ക് അത് നൽകണമേ, വലാ അലൈന ഞങ്ങളുടെ മേൽ അതൊരു ശാപമാക്കി മാറ്റല്ലേ തമ്പുരാനെ. ചിലപ്പോഴൊക്കെ നമുക്ക് ബേജാറ് തോന്നുമല്ലോ, അങ്ങനെ ആ സന്ദർഭത്തിൽ അങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. അള്ളാഹുവെ മലമുകളിലേക്കും അതേപോലെ തന്നെ താഴ്വരകളിലേക്കും അതേപോലെ തന്നെ മരങ്ങളുടെ വേരുകളിലേക്കും അവിടങ്ങളിലേക്കൊക്കെ നീ മഴ മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാതെ മഴയെക്കുറിച്ച് ഒരു നെഗറ്റീവായ ഒരു വാക്കും, വല്ലാത്തൊരു ശല്യമായല്ലോ, വല്ലാത്തൊരു ശാപായല്ലോ, ചീഞ്ഞൊരു മഴ ആയല്ലോ, എടങ്ങേറായല്ലോ, ഇതെന്താ നിൽക്കാത്തത്? നമ്മൾ മഴ നിൽക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന അതേ സമയത്ത് വേറൊരാള് മഴ പെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അപ്പോ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഭൂമിയിൽ എല്ലാവരെയും പരിഗണിച്ച് അള്ളാഹു ഭൂമിക്ക് ഒരു സിസ്റ്റം വെച്ചിട്ടുണ്ട്, അതനുസരിച്ചാണ് ഇതൊക്കെ പെയ്യുന്നത്. അതിന് നമ്മൾ ആ രീതിയിൽ തെറ്റായിട്ട് സംസാരിക്കാൻ പാടില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ആ രീതിയിൽ നമ്മൾ അതിനെ നോക്കിക്കാണുക. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില സംഗതികൾ, ഈ മഴക്കാലത്ത് അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷെ ഒരു മഴ പെയ്താൽ മനസ്സിൽ തീ കത്തുന്ന ഒരുപാട് മനുഷ്യന്മാർ നമുക്ക് ചുറ്റും ജീവിക്കുന്നുണ്ട്. ഒരു മേൽക്കൂര കൃത്യമായിട്ട് ലഭിക്കാത്തവര്, ഈ ഒരു മഴക്ക് കൂര നഷ്ടപ്പെട്ടു പോയവര്, പുര തകർന്നവര്, വീട്ടിലേക്ക് വെള്ളം കയറിയവര്, ഉപകരണങ്ങൾ നഷ്ടപ്പെട്ടവര്, സർട്ടിഫിക്കറ്റ് പോയവര്, പുസ്തകങ്ങൾ നഷ്ടപ്പെട്ടവര്, കുട്ടികളുടെ പലതും അങ്ങനെ പല നിലക്കും അസുഖം അനുഭവിക്കുന്നവര്, സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവര്, പലതരത്തിലും ഈ കാലവർഷത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും.
നമ്മുടെ നാട്ടിലൊന്നും ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല എന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട. നമുക്ക് ചുറ്റും പ്രയാസങ്ങൾ മറച്ചു വെക്കുന്ന ഒരുപാട് മിസ്കീന്മാരുണ്ട്. അവരെ കണ്ടെത്തേണ്ടത് ഏറ്റവും ചുരുങ്ങിയത് എന്റെ അയൽപ്പക്കത്തുള്ള വീടുകളുടെ അവസ്ഥ എന്താണ് എന്നെങ്കിലും അന്വേഷിക്കാൻ തയ്യാറാവേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അത് നമ്മുടെ ബാധ്യതയായി മനസ്സിലാക്കുക. അതോടൊപ്പം ചിന്തിക്കേണ്ട മറ്റൊരു സംഗതിയും, ഉമർ ഖാനുക്ക് പറഞ്ഞൊരു വാക്കുണ്ട്. ഉമർ ഖാനുവിന്റെ കാലത്ത്, ഉമർ ഖാനുക്ക് ഭരിക്കുന്ന സമയത്ത് മദീനയിൽ ഒരു ഭൂമികുലുക്കം ഉണ്ടായി. ആ സന്ദർഭത്തിൽ ഉമർ ഖാനുക്ക് പറഞ്ഞൊരു വാക്ക്, യാ യുഹന്നാസ് മാ കാനത്ത് ഹാദിഹി സൽസല ഇല്ലാ അൻ ഷൈഇൻ ഹദസ്തുമൂഹു. ഈ സിൽസാൽ, ഈ പ്രകമ്പനം, ഈ ഭൂമികുലുക്കം നിങ്ങൾ ചെയ്ത പാപത്തിന്റെ, നമ്മൾ ചെയ്ത പാപത്തിന്റെ റിസൾട്ട് അല്ലാതെ മറ്റൊന്നുമല്ല. നമ്മൾ ചെയ്ത തെറ്റിന് അള്ളാഹുവിന്റെ പരീക്ഷണമാണ് ഈ ഭൂമിക്കുലുക്കം. അതുകൊണ്ട് വലദീ നഫ്സി ബിയദിഹി ലൈൻ ആദത ലാ ഉസാകിനുഹും ഫീഹാ അബദ. ഇനിയും ഇത് ആവർത്തിച്ചാൽ ഞാൻ ഈ നാട്ടിൽ ഇനി താമസിക്കൂല എന്ന് ഉമർ പറയാണ്. എന്നുവെച്ചാൽ അള്ളാഹുവിന്റെ പരീക്ഷണമായിട്ടാവാം ഇത്തരം സംഗതികൾ ഉണ്ടാവുന്നത്. അവിടെ നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കണം? വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിലെ 126-ാമത്തെ ആയത്തിലൂടെ പറയുന്നുണ്ട്, അവലാ യറൗന അന്നഹും യുഫത്തനൂന ഫീ കുല്ലി ആമിൻ മറ ഔ മറത്തൈനി. ഓരോ വർഷവും ഒരിക്കലോ 2 തവണയോ അവരെ നാം പരീക്ഷിക്കുന്നത് അവർ കണ്ടില്ലേ? വരൾച്ച വന്നിട്ടും പരീക്ഷണം ഉണ്ടാകും, മഴ പെയ്തിട്ടും പരീക്ഷണം ഉണ്ടാകും. മഴ പെയ്ത് തന്നെ ഓരോ കൊല്ലം ഇത് ആവർത്തിച്ച് വന്നെന്നിരിക്കാം. അങ്ങനെ നിങ്ങൾ അവരെ പരീക്ഷിക്കുന്ന അവരെ കണ്ടില്ലേ 1 or 2 തവണ ഓരോ വർഷവും? സുമ്മലായ തൂബൂൻ, എന്നിട്ടും അവരെന്തേ പശ്ചാത്തപിച്ച് മടങ്ങാത്തത്? വലായ യദ്ദക്കറൂൻ, അവരെന്തേ പാഠം പഠിക്കാത്തത്? ഈ ചോദ്യം നമ്മളോടാണ്. തൗബ ചെയ്യാൻ, അള്ളാഹുവിലേക്ക് തിരിച്ചു നടക്കാൻ നമ്മൾ തയ്യാറാകുമ്പോഴാണ് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ അവസാനിക്കുക. ഈ പരീക്ഷണങ്ങളെ ഏറ്റവും ശരിയായ രീതിയിൽ ഒരു പരീക്ഷണമാണ് എന്ന നിലയ്ക്ക് തന്നെ നോക്കിക്കാണുവാനും, അതോടൊപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള കാരുണ്യം അർഹിക്കുന്ന ആളുകളെ പരിഗണിക്കുവാനും, അങ്ങനെ ഒരു മനസ്ഥിതി ഉണ്ടാക്കിയെടുക്കുവാനും, അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന നിയമത്തിന് നന്ദി കാണിക്കുവാനുമുള്ള അവസരങ്ങളായി ഇത്തരം സന്ദർഭങ്ങൾ ഉപയോഗിക്കുക. അള്ളാഹുവോട് പ്രാർത്ഥിക്കുക, അവൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാവുന്നു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ അൽ ഗഫാർ വസ്സലാത്തു വസ്സലാമു അലാ മൻ അർസലഹുല്ലാഹു കാഫത്തൻ ലിന്നാസി തബ്ശീർ വൽ ഇൻദാർ വഅലാ ആലിഹിൽ അത്ഖിയാഇൽ അബ്റാർ വഅലാ അസ്ഹാബിഹിൽ അസ്ഫിയാഇൽ അഖിയാർ. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് നിർദ്ദേശിക്കുക. ഇത്തരം സന്ദർഭത്തിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള അപകടങ്ങളെ കുറിച്ച് നമ്മൾ നല്ല ബോധവാന്മാരായിരിക്കണം. അവധിയൊക്കെ കിട്ടുമ്പോൾ ഒന്ന് പുറത്തിറങ്ങിയാൽ തിരക്കേടില്ല, ഒന്ന് വെള്ളത്തിൽ ചാടിയാൽ തിരക്കേടില്ല, 2 ഫോട്ടോ എടുത്താൽ തിരക്കേടില്ല എന്ന് കുട്ടികൾക്കും തോന്നും, നമ്മൾക്കും തോന്നും. അങ്ങനെ ഒരു ഫോട്ടോ എടുക്കുന്നതിനേക്കാൾ പ്രശ്നം, ഒരു ഫോട്ടോ ചിലപ്പോൾ എടുക്കാതിരിക്കാം, പക്ഷെ അതിലൂടെ സംഭവിക്കുന്ന അപകടത്തെ കുറിച്ച് നമ്മൾ നല്ല ബോധവാന്മാരായിരിക്കണം. അത് നമ്മുടെ വീട്ടിൽ വെള്ളം കയറിയാൽ, നമ്മുടെ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സർട്ടിഫിക്കറ്റ്, നമ്മുടെ രേഖകൾ, വിലപ്പെട്ട സംഗതികൾ, ഇതൊക്കെ നമുക്ക് എല്ലാ നിലക്കും ബോധവൽക്കരണത്തിന് വേണ്ടി പല സംവിധാനങ്ങളുണ്ട്. എന്നാലും നമ്മൾ ഇത്തരം അബദ്ധങ്ങളിൽ ചെന്ന് ചാടിപ്പോ എത്ര പറ്റിയാലും പിന്നെയും ആ കുഴിക്കന്നെ കുളിക്കാൻ പോണ മക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. ഒരു ദുരന്തം നമ്മുടെ മുന്നിൽ എത്തിയിട്ട് പിന്നെ നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമല്ല. അതുകൊണ്ട് നല്ല ശ്രദ്ധ ഇത്തരം സന്ദർഭത്തിൽ വെച്ച് പുലർത്തുക. ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ആ നിലക്ക് മനസ്സിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹുവോട് പ്രാർത്ഥിക്കുക, അവൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇൻഷാ അല്ലാഹ് നമ്മുടെ